ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും മൊബൈലിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ പുതിയ മൊബൈലിലേക്ക് ഇൻബിൽട്ട് ആയിട്ട് ഫയൽ മാനേജറായി ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനു പുറമെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് ഫീച്ചേഴ്സുകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട്. രണ്ട് മൊബൈലിലും ഫയൽസ് ബൈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്ഡേറ്റ് ചെയ്യാത്ത ഫയൽസ് ബൈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നടുവിലായിട്ട് ഒരു സ്കാനറിൻ്റെ ചിഹ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്ഡേറ്റ് ചെയ്ത ഫയൽസ് ബൈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കാനറിൻ്റെ ചിഹ്നവുമുണ്ട്, ക്വിക്ക് ഷെയറിൻ്റെ ചിഹ്നവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വിക്ക് ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫയലും മറ്റൊരു മൊബൈലിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെൻഡ് റിസീവ് രണ്ട് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. സെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയലുകൾ സെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ഇവിടെ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ട് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇവിടെ സെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് എന്ന ഭാഗം ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ഷെയർ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ അക്സെപ്റ്റ് ചോദിക്കും. അക്സെപ്റ്റ് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എത്ര വലിയ ഫയലും വീഡിയോസ് ആണെങ്കിലും എത്ര വലിയ ഫയലാണെങ്കിലും വളരെ സ്പീഡായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഫയൽസ് ബൈ ഗൂഗിളിൻ്റെ അകത്ത് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് പുറമെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അത് MP3 ആക്കണമെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം MP4 എന്ന ഭാഗത്ത് 4 മാറ്റിയിട്ട് 3 എന്ന ഭാഗം കൊടുക്കുക. 3 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റീനെയിം ചോദിക്കും. റീനെയിം കൊടുത്താൽ ആ വീഡിയോ അവിടുന്ന് അപ്രത്യക്ഷമായി അത് നേരെ ഓഡിയോയിലേക്ക് വന്നിട്ടുണ്ടാകും. ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ MP3 ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു ഓഡിയോ വീഡിയോ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോയിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം MP3 എന്ന ഭാഗത്തുള്ള 3 മാറ്റിയിട്ട് 4 എന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക, പിന്നെ റീനെയിം കൊടുക്കുക. അപ്പോൾ ഓഡിയോസിൽ നിന്നും അത് അപ്രത്യക്ഷമാകും. വീഡിയോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ ഫയൽസ് ബൈ ഗൂഗിളിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഫയൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോങ് പ്രസ് ചെയ്യുക, അത് സെലക്റ്റഡ് ആയിട്ടുണ്ടാകും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ ഇവിടെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, മുകളിൽ കാണാൻ സാധിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നടുവിലുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഫോൾഡറിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുതിയ ഫോൾഡർ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ എന്ന പേര് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ആയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് തന്നെ നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് താഴെ കാണുന്ന ആ ഒരു സ്റ്റോറേജ്, അതർ സ്റ്റോറേജ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് കാണാം. ആ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏത് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തത് ആ പേര് ഇവിടെ നോക്കുക. ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്ക്രീൻ എന്ന ഫോൾഡർ ഇവിടെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ ഫയൽസ് ബൈ ഗൂഗിളിലുള്ള എല്ലാ ഫയലുകളും നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തിടാനുള്ള ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. ഇതെന്തിനാണ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഫയലുകളൊന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫയൽസ് ബൈ ഗൂഗിളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഞാൻ ഈ കാണിച്ച ഫീച്ചറുകളൊക്കെ നിങ്ങളുടെ ഫയൽസ് ബൈ ഗൂഗിളിൽ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഈ ഫീച്ചറുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.